പ്രദേശത്തുകാർക്ക് കടന്നു വരേണ്ടി വരുന്നത്. ഒരു ഇച്ഛാശക്തിയില്ലാത്ത ഭരണകൂടമാണ് വില്യാപ്പള്ളി പഞ്ചായത്ത് ഭരിക്കുന്നതിന്റെ ഫലമാണ് നമ്മളിപ്പോൾ അനുഭവിക്കുന്നത്. മേമുണ്ട കീഴൽമുക്ക് റോഡ് സംരക്ഷണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ റോഡ് ഉപരോധ സമരം നടത്തി. ചാലിൽ അബ്ദുൽ അസീസ് സമരം ഉദ്ഘാടനം ചെയ്തു. ജനങ്ങളുടെ അവകാശം സംരക്ഷിക്കുക, ജനങ്ങളുടെ അവകാശം സംരക്ഷിക്കുക, റോഡ് ഗതാഗത സൗകര്യമാക്കുക, റോഡ് ഗതാഗത സൗകര്യമാക്കുക. അധികാരികളെ കണ്ണു തുറക്കൂ, അധികാരികളെ കണ്ണു തുറക്കൂ. സമരസമിതി സിന്ദാബാദ്. വളരെ പഴക്കം ചെന്ന മേമുണ്ടയിലെ ഒരു റോഡാണ്. എന്നാൽ അത് സമീപകാലത്തൊരിക്കലും കൃത്യമായ രീതിയിൽ നല്ലൊരു രീതിയിൽ മേമുണ്ടയിൽ നിന്ന് കീഴൽമുക്കിലേക്ക് പോകാൻ ഗതാഗത യോഗ്യമായിട്ട് നമ്മൾ കണ്ടിട്ടില്ല. എപ്പോഴും അത് അല്പം പാച്ച് പറിച്ച് നടത്തി ഒരു ഘട്ടത്തിലൂടെ കടന്നു പോകുന്ന, അല്ലെങ്കിൽ ഈ റോഡിന് വേണ്ടി നല്ലൊരു വികസനം വേണമെന്ന് ആഗ്രഹിക്കുന്ന പഞ്ചായത്തും അതുപോലെ ഇവിടുത്തെ നാട്ടുകാരും അതിൻ്റെ പരിണിത ഫലമായിട്ടാണ് വില്യാപ്പള്ളി പഞ്ചായത്തിൻ്റെ ആവശ്യപ്രകാരം അല്ലെങ്കിൽ റിക്വസ്റ്റ് പ്രകാരം പ്രധാനമന്ത്രിയുടെ ഗ്രാമീണ പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ റോഡിന് ഫണ്ട് പാസ്സാക്കിയെടുക്കുന്നത്. ഏതാണ്ട് 6 കോടിയിലധികം വരുന്ന ഫണ്ട് പാസ്സാക്കി അമരാവതിയിൽ നിന്ന് തുടങ്ങുന്ന ഈ റോഡിൻ്റെ വികസന പ്രവർത്തനങ്ങൾ ആ ഫണ്ട് പാസ്സായിട്ട് ഏതാണ്ട് 3 വർഷക്കാലം കഴിഞ്ഞു. 3 വർഷക്കാലം കഴിഞ്ഞിട്ടും ഈ പരിസരത്ത് ജീവിക്കുന്ന ആളുകൾ അവർക്ക് കൃത്യമായിട്ട് നടന്നു പോകാനോ അല്ലെങ്കിൽ ഒരു സൈക്കിളിൽ യാത്ര ചെയ്യാനോ കഴിയാത്തൊരവസ്ഥ. ഇതെങ്ങനെ സംജാതമായി എന്നാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. സാധാരണഗതിയിൽ ഒരു വികസന പ്രവർത്തനങ്ങൾ വരുമ്പോൾ ചില ഒബ്ജക്ഷൻസ് ഒക്കെ വരും. ചില ആളുകൾ സ്ഥലം വിട്ടുകൊടുക്കാത്തൊരവസ്ഥ വരും. ചില ആളുകൾ കോടതികളിൽ പോകും. ചില ആളുകൾ എതിർപ്പ് പ്രകടിപ്പിക്കും. അതൊക്കെ ലോകത്തെ എല്ലാ സ്ഥലത്തും ഉണ്ടാകുന്ന നമ്മുടെ കീഴൽമുക്ക് റോഡിന് മാത്രമല്ല, അങ്ങനെയൊക്കെ നമ്മുടെ റോഡിനും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അത്തരം കാര്യങ്ങളൊക്കെ ഒരു ഇച്ഛാശക്തിയോടുകൂടി അവരെയൊക്കെ സമീപിച്ച് നാട്ടിലെ രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തുള്ള ഇവിടുത്തെ പൗരപ്രമുഖന്മാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് നാട്ടുകാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് അതിനൊക്കെ ഒരു വേദി ഉണ്ടാക്കി അവരെയൊക്കെ ബോധ്യപ്പെടുത്തി വികസന പ്രവർത്തനവുമായിട്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഒരു ഭരണകർത്താക്കൾ ചെയ്യേണ്ടത്. പക്ഷേ ഇവിടെ നിർഭാഗ്യമെന്ന് പറയട്ടെ, അതിനുള്ള സമയവും കഴിഞ്ഞ് 3 വർഷക്കാലം കഴിഞ്ഞു. എന്നിട്ടും ഈ റോഡിന് ഗതാഗത യോഗ്യമാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് സഹോദരന്മാരെ, ഇവിടെ കൂടിയിരിക്കുന്ന ആളുകൾക്ക് വില്യാപ്പള്ളി പഞ്ചായത്ത് അധികൃതരോട് ആവശ്യപ്പെടാനുള്ളത് ഈ റോഡിൻ്റെ എല്ലാ ഫണ്ടും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്നെ പെട്ടെന്ന് ഈ റോഡിൻ്റെ പണി തീർക്കണമെന്നല്ല, മറിച്ച് ഈ കാലവർഷം ആരംഭിക്കാൻ പോകുന്ന സമയത്ത് ഇവിടുത്തെ അധ്യക്ഷൻ അതുപോലെ സ്വാഗത പ്രാസംഗികനൊക്കെ സൂചിപ്പിച്ചതുപോലെ നിരവധി ആരാധനാലയങ്ങളും അതുപോലെ പഠനശാലകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ പരിസര പ്രദേശങ്ങളിലുള്ള ഒരു പ്രദേശമാണിത്. മേമുണ്ട ഇലാൻസാർ കോളേജ്, മേമുണ്ട ഹൈസ്കൂൾ, മേമുണ്ട മസ്ജിദ് മുഹമ്മദി, അതുപോലെ ആ ഭാഗത്തേക്ക് നോക്കുമ്പോൾ സീൻ പബ്ലിക് സ്കൂൾ, വിദ്യപ്രകാശ് സ്കൂൾ, അതുപോലെ തോടന്നൂർ MHS കോളേജ്, ഇങ്ങനെ നിരവധി കോളേജുകളും സ്കൂളുകളും പ്രൈമറി സ്കൂളുകളും അതുപോലെ ഹയർ സെക്കൻഡറി സ്കൂളുകളും പള്ളികളും അതുപോലെ മേമുണ്ട ക്ഷേത്രം ഉൾപ്പെടെയുള്ള ക്ഷേത്രങ്ങളൊക്കെയുള്ള നിരവധി ആളുകൾ, 100 കണക്കിന് ആളുകൾ, വിദ്യാർത്ഥികൾ, അതുപോലെ എല്ലാവിധ ആളുകളും ഉപയോഗിക്കുന്ന ഒരു റോഡ് കാൽനടക്ക് പോലും യോഗ്യമല്ലാത്ത രീതിയിൽ മാസങ്ങളായിട്ട് ഇവിടെ ഉണ്ടായിരിക്കുകയാണ്. മാത്രമല്ല കാലവർഷം തുടങ്ങുകയാണ്. നമ്മുടെ വില്യാപ്പള്ളി പഞ്ചായത്ത് അധികൃതർക്ക് യാതൊരു അനക്കവുമില്ല. ആ ഒരു സാഹചര്യത്തിലാണ് ഇത്തരം ഒരു സമര പരിപാടിയുമായിട്ട് ഈ പ്രദേശത്തുകാർക്ക് കടന്നു വരേണ്ടി വരുന്നത്. ഒരു ഇച്ഛാശക്തിയില്ലാത്ത ഭരണകൂടമാണ് വില്യാപ്പള്ളി പഞ്ചായത്ത് ഭരിക്കുന്നതിന്റെ ഫലമാണ് നമ്മളിപ്പോൾ അനുഭവിക്കുന്നത്. എൻ്റെ പ്രിയ സുഹൃത്തുക്കളോട് ഞാൻ ഒരു കാര്യം കൂടി ഉണർത്തി ഉദ്ദേശിക്കുകയാണ്. 1,40,00,000 രൂപയാണ് വില്യാപ്പള്ളി പഞ്ചായത്ത് തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള വിവിധ റോഡുകളുടെ പരിപാടികൾ നമുക്ക് ലാപ്സായി പോയത്. നിങ്ങൾ ആരറിയോ? ഇവിടെയുള്ള പ്രവർത്തകന്മാർ ശരിക്കും പറയുകയാണെങ്കിൽ സെക്രട്ടറിയെ സമീപിച്ചുകൊണ്ട് വിവരാവകാശ രേഖ പ്രകാരം ചോദിച്ചാൽ നിങ്ങൾക്ക് അതിൻ്റെ ഉത്തരം കിട്ടും. 1,60,00,000 കറക്റ്റ്. പക്ഷേ ചില പഞ്ചായത്തുകളിൽ ചില വാർഡുകളിൽ കുറച്ച് വികസന പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് 1,40,00,000 രൂപ മാർച്ച് 31 മുമ്പ് നടക്കേണ്ടതായിരുന്നു. ടെൻഡർ എടുത്ത ഇവിടുത്തെ കോൺട്രാക്ടർമാർ ആ പണി പൂർത്തിയാക്കിയില്ല. പക്ഷേ അവർക്കെതിരെ നടപടിയെടുക്കാൻ പഞ്ചായത്തിന് കഴിഞ്ഞില്ല. എന്തുകൊണ്ട്? പഞ്ചായത്ത് അവരുമായിട്ട് അഗ്രിമെന്റ് ഉണ്ടാക്കിയില്ല.
ടെൻഡർ എടുത്ത കഴിഞ്ഞ ഉടനെ തന്നെ വില്യാപ്പള്ളി പഞ്ചായത്ത് അധികൃതർ ആ കോൺട്രാക്ടർമാരുമായിട്ട് ഒരു എഗ്രിമെന്റ് ഒപ്പിട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ അവരിൽ നിന്ന് അവരെ സമ്മർദ്ദം ചെലുത്തായിരുന്നു. പക്ഷേ ഇതിൽ നിന്നൊരു സമ്മർദ്ദം ചെലുത്താനോ മാർച്ച് 31 മുമ്പ് പണിയൊന്ന് തീർക്കാനോ കഴിയാത്തതിന്റെ പേരിൽ 1,40,00,000 ഉറുപ്പികയുടെ ഫണ്ട് ലാപ്സായി പോയ വില്യാപ്പള്ളി പഞ്ചായത്ത്, എല്ലാത്തിലും ഒരു തണുപ്പൻ നയം, ഒരു ഇച്ഛാശക്തി ഇല്ലാത്ത ഭരണകൂടം. ഇങ്ങനെയാണ് ഈ ഭരണകൂടം നീങ്ങുന്നതെങ്കിൽ ഇവിടെ ഇന്നിരിക്കുന്ന ഈ സൂചനാ പണിമുടക്കുമായിരിക്കും അല്ലെങ്കിൽ സൂചന ഉപരോധവുമായിട്ട് ഇരിക്കുന്ന പ്രവർത്തകർക്ക് വില്യാപ്പള്ളി പഞ്ചായത്തിലേക്ക് ലോങ് മാർച്ച് നടത്തേണ്ടി വരുമെന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. റഹീം RM, MK ഇബ്രാഹിം ഹാജി, പ്രകാശൻ മേമുണ്ട, രാമകൃഷ്ണൻ നമ്പ്യാർ, സജ്ന ഹക്കീം എന്നിവർ പ്രസംഗിച്ചു. സമിതി കൺവീനർ പ്രശാന്ത് MT സ്വാഗതവും റഫീഖ് RM നന്ദിയും പറഞ്ഞു. Bobby Chamanur International Jewelers.